നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? പഠിപ്പും വിവരമില്ലാത്ത മര കഴുത. എടുത്തൊന്ന് പോയിടുന്നു. യൂസ്ലെസ്. ഞാൻ വിശാൽ സാറിന് വേണ്ടി ഉണ്ടാക്കിയതാ ഇത്. എണ്ണമായി മാറ്റാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. ഓ, നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. മരമണ്ടിയായ നിന്നോടെ ഞാൻ എന്ത് പറയാനാ? വിശാൽ സാർ, നീ ഈ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞതല്ല എന്റെ പ്രോജക്ട് റിപ്പോർട്ടാ. സ്റ്റുപ്പിഡ്. എനിക്ക് നിന്റെ മുഖം ഇനി കാണണ്ട. ഇഡിയറ്റ്. വിശാൽ സാറിന് ഇഷ്ടാവൂന്ന് കരുതിയാ ഞാൻ കഷ്ടപ്പെട്ടിതൊക്കെ ഉണ്ടാക്കിയത്. നീ വിശാലിന് വേണ്ടി വടയുണ്ടാക്കി, അത് ഓക്കെ പാർവതി. പിന്നെ നീ എന്താ ചെയ്തു വെച്ചെന്ന് നിനക്കൊല്ല ബോധമുണ്ടോ? ഞാൻ വടയിലെ എണ്ണമായി മാറ്റിയായിരുന്നു അപ്പച്ചി. Stop it! I say stop it! നിനക്ക് കണ്ടാ മനസ്സിലാവില്ലേ ഇത് ലീഗൽ പേപ്പേഴ്സ് ആണെന്ന്? അയ്യോ, ഓഫീസ് പേപ്പേഴ്സിൽ എടുത്ത് ടിഷ്യൂ പേപ്പർ പോലെ തുടച്ചോണ്ടിരിക്കോ? അയ്യോ, ഓഫീസ് പേപ്പേഴ്സ് ആണോ ഇങ്ങനെ ചുരുട്ടിക്കുട്ടി കളഞ്ഞേക്കുന്നേ? കഷ്ടായി പോയല്ലോ. എന്ത് പറയാനാ ജാസ്മിൻ? നാനോ വിഷൻ കമ്പനിക്ക് വേണ്ടി ഡീൽ ഓക്കെ ആക്കി സൈൻ ചെയ്ത പേപ്പേഴ്സാ. അയ്യോ, അത് ഓഫീസ് പേപ്പർ ആണെന്ന് അവക്ക് എങ്ങനെ അറിയാം? പാവം. എന്ത് പാവം? ഇത് ഓഫീസ് പേപ്പേഴ്സ് ആണെന്ന് അറിയില്ലെങ്കിലേ അറിയുന്നവരോട് ചോദിക്കണം. വിശാൽ, നീ എന്തിനാ ഈ കടലാസുകൾ ഇവിടെ വെച്ചിട്ട് പോയത്? അച്ഛമ്മേ, മുകളിലെ റൂമിൽ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാ. എല്ലാം സൈൻ ചെയ്ത പേപ്പേഴ്സ് ആയിരുന്നു. പാർവതിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോടെങ്കിലും ഒന്ന് ചോദിക്കായിരുന്നു. ഞാനും ആന്റി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അല്ലേ ആന്റി? ഞാൻ ചോദിച്ചിരുന്നല്ലേ, അപ്പച്ചോട് ചോദിച്ചിട്ടല്ലേ ഞാനിത് ചെയ്തേ. നിന്നോട് ചോദിച്ചു, അത് ശരിയാ. പക്ഷെ ഞാൻ പറഞ്ഞു ഈ പേപ്പർ പോയി എടുക്കാൻ. ഞാൻ പറഞ്ഞത് ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ അങ്ങനെ വല്ല പേപ്പർ എടുക്കാനാ. ന്യൂസ് പേപ്പർ ഏതാ ഓഫീസ് പേപ്പർ ഏതാന്ന് നിനക്ക് തിരിച്ചറിയാനായിട്ടില്ലടി മണ്ടി. അങ്ങനെയുള്ള ഇവളെയാ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ തലപ്പത്ത് കയറ്റി ഇരുത്താൻ പോകുന്നത്. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം സുശീലേ? നീ കാട് കയറി ചിന്തിച്ചു കൂട്ടണ്ട. അമ്മ അല്ലെങ്കിൽ ഇവളെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കൂ. ഈ കടലാസിന് എന്താ കുഴപ്പം? കുറച്ചെണ്ണ പറ്റി, അത്രയല്ലേ ഉള്ളൂ. ഓയിലി ആയിട്ടുള്ള പേപ്പർ കമ്പനിയിൽ പ്രസന്റ് ചെയ്താലേ അവര് നമ്മളെ ചീപ്പായിട്ട് കാണും അച്ഛമ്മേ. നിങ്ങളാരും പാർവതിയെ ആദ്യ പിടിപ്പിക്കണ്ട. വിശാലിനറിയാം എന്ത് ചെയ്യണമെന്ന്. കഴിഞ്ഞത് കഴിഞ്ഞു വിശാൽ. നീ എന്താണെന്ന് വെച്ചാ ബുദ്ധിപൂർവം ചെയ്യ. ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. വലിയ ഹോപ്പൊന്നുമില്ല. പാർവതി, ഇനിയെങ്കിലും നീ ഇത്തരം ബുദ്ധിമോശങ്ങൾ കാണിക്കരുത്. എന്തെങ്കിലും സംശയം തോന്നിയാ അറിവുള്ള ഞങ്ങളോട് ചോദിക്കാനുള്ള മനസ്സെങ്കിലും നീ ഒന്ന് കാണിക്കും. നീ വേസ്റ്റ് പേപ്പർ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? അതുകൊണ്ടേ നിന്റെ കണ്ണീര് പോലും തുടയ്ക്കാൻ പറ്റില്ല. ഇതെല്ലാം നേരെയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അപ്പച്ചി. നീ എന്തൊക്കെ കാണിച്ചാലേ അതിൽ നിന്ന് ഓയിൽ പോവാൻ പോകുന്നില്ല പാർവതി. പറയാൻ പറ്റില്ല ജസ്മിനെ. അവൾ എന്തെങ്കിലും മാജിക് ഒക്കെ കാട്ടി അത് മാറ്റും. മായജാലക്കാരിയല്ലേ. എന്തായാലും പാർവതി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഒരുപാടെങ്കിലും കഴിക്ക വിശാൽ. എനിക്കൊന്നും വേണ്ട. ഇന്നത്തെ ദിവസം പോയി. മുത്തശ്ശ, ഇന്നലെ പാതിരാത്രിക്ക് ശേഷം മുത്തശ്ശൻ എന്തിനാ മുറിക്ക് പുറത്തിറങ്ങിയത്?
ഇന്നലെ പാതിരാത്രിയില് ഞാൻ പുറത്തിറങ്ങിയെന്നോ? ഹേയ്, മോക്ക് തോന്നിയതായിരിക്കും. എനിക്ക് തോന്നിയതൊന്നുമല്ല. ഈ വടിയും കൊണ്ടേ മുറിയിലേക്ക് കയറിപ്പോകുന്ന മുത്തശ്ശനെ തന്നെ ഞാൻ കണ്ടത്. അതിലൊരു സംശയമില്ല. ആ, ശരിയാ. ഇന്നലെ എപ്പോഴോ പെട്ടെന്നൊരു ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായി. പിന്നെ ഉറങ്ങിയില്ല. ഫാനിന്റെ കാറ്റില്ലാത്തോണ്ട് കറണ്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി നടന്നതാ. ഇത്രയും സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മുത്തശ്ശ? മോള് ചോദിക്കേ. മോക്ക് എന്താ അറിയേണ്ടത്? അത് മുത്തശ്ശൻ എന്തിനാ ഗായത്രി അമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ചെന്ന് നിന്നത്? എന്റെ പൊന്നു മോളെ, ഞാനൊന്ന് കാറ്റ് കൊള്ളാൻ പുറത്തേക്ക് ഇറങ്ങിയതാ. ഇറങ്ങിയപ്പോ ഒന്ന് നടക്കാൻ തോന്നി. സ്റ്റെപ്പുകളുടെ എണ്ണം നോക്കിയപ്പോ മോള് ഗായത്രി അമ്മയുടെ ചിത്രം കാണിച്ചിരുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ നിന്നതാ. അതെയോ? ആ, പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ? പറയൂ പാർവതി, ഞാൻ ആരോടും പറയില്ല. മുത്തശ്ശനെ ഈ വീട്ടിലേക്ക് അയച്ചത് ഗായത്രി അമ്മയാണെന്ന് ഞാൻ പറഞ്ഞ മുത്തശ്ശൻ വിശ്വസിക്കോ? അല്ല, എന്തുപറ്റി ഇപ്പൊ അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ? സത്യം അതാ മുത്തശ്ശ. ഗായത്രി അമ്മ എന്നോട് പറഞ്ഞു മുത്തശ്ശനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണമെന്ന്. ചില സ്വപ്നങ്ങൾ ഫലിക്കും മോളെ. ഞാൻ വിശ്വസിച്ചു. നീ പറയുന്നത് ആര് വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും. പിന്നെ മോളെ, നാളെയല്ലേ മോളെ വിശാൽ സാറിന്റെ പിറന്നാള്? അതെ മുത്തശ്ശ, നാളെ വിശാൽ സാറിന്റെ ജന്മദിനം. അല്ല, വിശാൽ സാറിന്റെ ജന്മദിനം നാളെയാണെന്ന് മുത്തശ്ശൻ എങ്ങനെ അറിയാം? ഇവിടെ ആരോ പറയുന്നത് കേട്ടു. ഞാൻ കേട്ടത് ശരിയാണോ മോളെ? നാളെ വിശാൽ സാറിന്റെ പിറന്നാളാണോ? അതെ മുത്തശ്ശ, നാളെ തന്നെ വിശാൽ സാറിന്റെ ജന്മദിനം. വിശാൽ സാറിന്റെ പിറന്നാളിന്റെ അന്ന് ഈ കരക്കാർക്കെല്ലാം ഗായത്രി അമ്മ സമ്മാനം നൽകുമായിരുന്നു. ആ സമ്മാനം ഞാനും ആൾക്കൂട്ടത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. മോൾക്കറിയോ, എന്റെ പിറന്നാളും നാളെയാണ്. അതെ മുത്തശ്ശ. എന്നാ എന്റെ മുൻകൂർ ജന്മദിന ആശംസകൾ. ഒപ്പം എന്റെ വക ഒരു പിറന്നാൾ സമ്മാനം കൂടി ഉണ്ട് കേട്ടോ. അതെന്താ മോളെ? അത് നന്നായി മോളെ. ഇത് മുഖത്തുണ്ടെങ്കി ഒരു ബലവാ. ശരി മുത്തശ്ശ, മുത്തശ്ശൻ ചായ കുടിച്ചോ? ഞാനെന്ന് അടുക്കളയിലോട്ട് പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.